എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതേ എനിക്കൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ചെടി വെക്കാനാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ ഇതിനൊന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിതേ ഇവിടെ ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ ബ്ലാക്ക് പെയിൻ്റാണ്. അതുപോലെ തന്നെ ഒരു സ്പോഞ്ച്. ഇതിനിപ്പോൾ നമ്മൾ ഇതടിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് വേണമെന്നില്ല, എളുപ്പം ഈ സ്പോഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ കുപ്പിയിൽ ഇങ്ങനെ ഇതുപോലെ അടിച്ചാൽ നല്ല ഭംഗിക്ക് കിട്ടും. നമുക്ക് ഈ കുപ്പി ഫുള്ളും ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. ഇതിന് ബ്ലാക്ക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മുടെ ഭിത്തിമേലൊക്കെ നമ്മൾ അടിക്കാറില്ലേ, ആ പെയിൻ്റാണ്. അപ്പോൾ ഏത് കളറാണെങ്കിലും നമുക്ക് ഇതിനടിക്കാം. കാരണം ഇനി ഇതിന്മേൽ വർക്ക് ചെയ്ത് വരുമ്പോൾ ഈ പെയിൻറ്റ് അത്ര അങ്ങോട്ട് എടുത്തറിയില്ല, ചെറുതായിട്ടൊക്കെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഈ കുപ്പി ഫുള്ളും ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് കാണാം. ഇപ്പോൾ ഇതേ കുപ്പി കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പെയിൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് ഉണങ്ങണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുപ്പി ഇതേ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേ ഞാനിവിടെ കുറച്ച് ഇത്തള് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തള് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കുപ്പി മേൽക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. നമുക്ക് ഈ ഇത്തൾ ഒട്ടിക്കാനാണ്. നമ്മൾ ഈ ഇത്തളമാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ ബോട്ടിൽമേൽ ഫെവിക്കോളാക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് പോകാൻ പറ്റും. നമ്മൾ ഓരോന്നായി ഇങ്ങനെ ഒട്ടിച്ച് പോകാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് വശത്തും ഇപ്പം ഇത്തൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയും ഇതുപോലെ കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ഇവിടെ ഈ വശം ഇപ്പം നമ്മൾ ഒന്നും ചെയ്യില്ല, അതുപോലെ തന്നെ താഴെ നമ്മൾ ഒട്ടിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്തിട്ട് ഇത് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫുള്ളും നമ്മൾ ഇത്തൾ ഒട്ടിച്ചിട്ട് നമ്മൾ കളറ് കൊടുത്തായിരുന്നു, പച്ചയും ചുവപ്പും കൂടിയിട്ടാണ്. ഈ വൈറ്റ് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ കളറാണ്, നമ്മൾ വൈറ്റ് ഇവിടെ അടിച്ചിട്ടില്ല. ഫുള്ളും അതുപോലെ അടിച്ചിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ നമ്മൾ വെറുതെ ഒട്ടിക്കാതെ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മൾ സിൽവർ കളറ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ അടിച്ചു കൊടുക്കും. ഈ ഇത്തളിന് പകരം നമുക്ക് പിസ്താശ്യലിൽ വെച്ചിട്ടും ആക്കാം. അതാകുമ്പോൾ ഇതുപോലെ തന്നെ ആയി വരും. പിന്നെ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിന് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചതിന് ശേഷമാണ് കളർ കൊടുത്തത്. പക്ഷെ അതിന് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇത്തളുമ്പോൾ നമ്മൾ കളർ കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് താഴെ ഒന്ന് കൊടുക്കണം. ഇത് നമ്മൾ മുകളിൽ കംപ്ലീറ്റ് ആക്കി ഇനി അതുപോലെ തന്നെ താഴെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഈ ബ്ലാക്കുമ്മൽ സിൽവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഷെല്ലിൻ്റെ പുറത്തൊന്നും ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും.
ലൈറ്റായിട്ട് അടിച്ചാൽ മതി, ഒരുപാട് അടിക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്ലേസിങ് മാത്രം കിട്ടാൻ വേണ്ടിയാണ്. ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് കാണുന്നിടത്ത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്, പക്ഷേ ഇത് ഒട്ടി വരാനൊക്കെ ഒന്ന് ടൈം എടുക്കുന്നുള്ളൂ. ഫെവിക്കോളാണെങ്കിലും ഇത്തള അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചിത്രം വരക്കാൻ അറിയണമെന്നോ അങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന പരിപാടികളാണ്. അതാകുമ്പോൾ നമ്മൾ ചെടി വെക്കുമ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മൾ പ്ലെയിൻ കുപ്പിമേ വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാവും. നമുക്കിത് മൊത്തത്തിലൊന്ന് അടിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് എല്ലാ പുറത്തും സിൽവർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും ബായ്.